ഒരാൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീ ഷിറാസ് ഖാൻ, അദ്ദേഹം തിരുവനന്തപുരം DCC സെക്രട്ടറി കൂടിയാണ്. ശ്രീ ഷിറാസ് ഖാൻ, എന്താണ് ഇപ്പോൾ ഈ വിജയിച്ചു നിൽക്കുന്ന ഒരു ടീമിനെതിരെയുള്ള അഭിപ്രായ പ്രകടനം ചാണ്ടി ഉമ്മൻ നടത്തി? ഈ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാണ്ടി ഉമ്മൻ പാർട്ടി വേദിയിൽ ഉന്നയിക്കേണ്ട ഒരു കാര്യം പരസ്യമായിട്ട് പറഞ്ഞു, ആ ഒരു തോന്നലും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. വിജയിച്ച് നിൽക്കുന്ന ഒരു ടീമിനെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അഭിപ്രായം തുറന്നു പറയാനുള്ള സാഹചര്യങ്ങളെ അഭിപ്രായം തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ചില വിജയങ്ങൾ മാത്രമല്ലല്ലോ ഒരു സംഘടനയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത്. സംഘടന, കോൺഗ്രസ് പാർട്ടി താഴെത്തട്ടിൽ വളരെ പ്രതിസന്ധി നേരിടുകയാണ്. രാജ്യം പ്രതിസന്ധി നേരിടുന്നത് പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ പലപ്പോഴും അസംതൃപ്തരായി നിൽക്കുന്നു. ഇവിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്താ? കെ കരുണാകരനോടൊപ്പവും ഉമ്മൻചാണ്ടിയോടൊപ്പവും സജീവമായി നിന്ന പല പ്രവർത്തകരും ഒഴിവാക്കപ്പെടുന്നു എന്നൊരു വികാരമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിന് കേവലം ചാണ്ടി ഉമ്മന്റെ ഒരു എസ്റ്റാബ്ലിഷിന് വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല അത് കാണേണ്ടത്. അത് കോൺഗ്രസ് പ്രവർത്തകർ, പല തഴക്കവും പഴക്കവുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് പാർട്ടി ഇന്ന് ചിലരുടെ മാത്രം കൈകൾക്കുള്ളിലേക്ക് ഒതുങ്ങുകയാണ്. ഇതൊരു സോഷ്യൽ മീഡിയയ്ക്ക് അകത്തുള്ള പുകമറയായി മാത്രം നമുക്കൊരു വലിയൊരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ താഴെത്തട്ടിൽ സംഘടിപ്പിക്കപ്പെടണ്ടേ? താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഒരു കംഫർട്ട് സോൺ അനുഭവപ്പെടാൻ കഴിയണം. അവർക്കൊരു സംതൃപ്തി ഉണ്ടാവണം പ്രവർത്തനത്തിൽ. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടണം. ആ വിലയിരുത്തപ്പെടലുകൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, സജീവമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രണ്ടാം നിര മൂന്നാം നിര നേതാക്കളിൽ പലരും ഇന്ന് കോർണർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ചിലരുടെ താല്പര്യം മാത്രം സംരക്ഷിക്കപ്പെടുകയാണ്. ചിലരുടെ ചിലർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ഈ പാർട്ടിക്കകത്ത് തുടരാൻ കഴിയൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇതിനകത്ത് വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ആരാണ് അങ്ങനെ തടസ്സം നിൽക്കുന്നത്? ശ്രീ ഷിറാസ് ഖാൻ, ആരാണ് തടസ്സം നിൽക്കുന്നത്? അങ്ങനെ ഒരു ഇപ്പോൾ നേതൃത്വം എന്ന് പറയുന്നത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇവരിൽ ആരാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്? KPCC പ്രസിഡന്റിനെയോ പ്രതിപക്ഷ നേതാവിനെയോ ചാണ്ടി ഉമ്മൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല, വിമർശിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് സൂക്ഷിച്ചു നോക്ക്. KPCC പ്രസിഡന്റ് ഇതിനെ മാറ്റുന്ന സാഹചര്യം ഇന്ന് നിലവിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ചർച്ചകൾ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച സ്ഥിതിക്ക് അതൊരു ടീം വിജയമായിരുന്നു, അതൊരു വ്യക്തികളുടെ വിജയമല്ല. അപ്പൊ KPCC പ്രസിഡന്റിനെ മാറ്റുകയും എന്നാൽ ആ തിരഞ്ഞെടുപ്പ് ആ ടീമിന്റെ ഭാഗമായി നിന്നവർക്ക് ചിലരങ്ങ് നിലനിൽക്കട്ടെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണ്ട എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞതിന്റെ അർത്ഥം. KPCC പ്രസിഡന്റ് ഓക്കെ, കുഴപ്പമില്ല, അപ്പോൾ പിന്നെ ഒരാളെ അവശേഷിക്കുന്നുള്ളൂ, അത് പ്രതിപക്ഷ നേതാവാണ്. അല്ല, അത് ഈ രാഷ്ട്രീയ ചുറ്റുപാട് വിലയിരുത്തുന്ന ആളാണല്ലോ. നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മതി ആരായിരിക്കുമെന്ന്. ഇവിടെ ഈ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം അടിയുറച്ച് നിന്നയാളാണ് ശ്രീ ലത്തീഫ്, MA ലത്തീഫ്. ലത്തീഫിനെ അകാരണമായി മാറ്റി. ലത്തീഫിനെ അകാരണമായി മാറ്റിയെന്ന് MA ലത്തീഫിനെ അകാരണമായി മാറ്റിയെന്ന് മാത്രമല്ല, MA ലത്തീഫ് എന്ന് പറഞ്ഞാൽ KPCC ട്രഷറായിരുന്ന ആളാണ്, DCC ട്രഷറായിരുന്ന ആളാണ്, KPCCയിലേക്ക് വരേണ്ട ആളാണ്. അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി നിർത്തി. ആരുടെ താല്പര്യമാണ്? പാർട്ടിയുടെ താല്പര്യമാണോ? അതുപോലെ എത്രയോ പേര് പാർട്ടി വിട്ടു പോയി. അപ്പൊ ഈ പാർട്ടി വിട്ടു പോകുന്നവരൊന്നും തന്നെ പാർട്ടിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരല്ലേ? അപ്പൊ എന്താണ് അടിസ്ഥാന പ്രശ്നമെന്ന് പരിശോധിക്കാൻ കഴിയണം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പളവളപ്പ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ പാർട്ടി? താഴെത്തട്ടിൽ നിന്ന് KSUവിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നവർക്കൊന്നും ഒരു സാധ്യതകളുമില്ല. മറിച്ച് സോഷ്യൽ മീഡിയയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ് പുതിയ നേതാക്കൾ എന്നൊരു സാഹചര്യം വരുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ പ്രവർത്തകരുമായി ബന്ധമുള്ളവർ കുറെ പേരങ്ങ് നിശബ്ദരാകും. അങ്ങനെ നിശബ്ദമാകുന്നത് പാർട്ടിക്ക് ദോഷമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി മാറുന്നത്? എല്ലാ കാലത്തും ഈ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാകാറുണ്ട് വനിതകൾക്കും. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കുമാണ് പ്രാതിനിധ്യം കിട്ടിയത്. യുവാവായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് വിജയക്കൊടി നാട്ടിയത്. ഒരു വനിതയ്ക്കാണ് ചേലക്കരയിൽ സീറ്റ് കൊടുത്തത്. നേതൃത്വത്തിന് മുന്നിൽ ക്ലിനിക്കൽ യുവത്വമായി നിന്നാൽ മാത്രമേ ഇതിനകത്ത് നിൽക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം വരുന്നത് ശരിയല്ല.
അല്ല അത് ഇപ്പോഴത്തെ നേതൃത്വം അല്ല KPCC പ്രസിഡന്റിന്റെ പ്രശ്നമില്ലല്ലോ. KPCC പ്രസിഡന്റ് അല്ല ഇതിന് ഉത്തരവാദി അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പാർട്ടിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുന്നവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുള്ളവരായിരിക്കണം പാർട്ടിയുടെ കീ പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ പാർട്ടി നൽകുന്ന കീ പോസ്റ്റുകളിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാതെ വാചക കസർത്ത് കൊണ്ടും ഒരു വിഷയം പഠിച്ച് അവതരിപ്പിക്കുന്നതും ഒരു സംഘടനയെ നിയന്ത്രിക്കുന്നതിനൊരു കാരണമായിട്ട്, ഒരു ഘടകമായിട്ട് നേതൃത്വം കണ്ടാൽ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആയിപ്പോകും. ശരി, ശ്രീ ജേക്കബ് ജോർജ്